ഫിസിയോതെറപ്പി ഒരു അസിസ്റ്റന്റ് പ്രൊഫഷൻ ആണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളോട് ഒരു ചോദ്യം. എന്താണ് നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻ? ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സെൻട്രൽ റെഗുലേറ്ററി ബോഡിയാണ് NCHP. അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷനെ നിയമപരമായി അംഗീകരിക്കുക, അവരുടെ എഡ്യൂക്കേഷൻ ആൻഡ് സിലബസ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക, അതേപോലെ യോഗ്യതയുള്ളവർക്ക് മാത്രം പ്രാക്ടീസ് അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. മൂവ്മെന്റ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഡിസ്ഫങ്ഷനോ മാൽഫങ്ഷനോ, ഡിസോർഡറോ ഡിസബിലിറ്റിയോ, ഡിസീസോ ട്രോമയോ കാരണം ഉണ്ടാവുന്ന പെയിനോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹീലിംഗോ ഇവയെ പറ്റി സമഗ്രമായി പരിശോധിച്ച് ആവശ്യമായ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരമുള്ള ആളാണ് ഫിസിയോതെറപ്പിസ്റ്റ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ മൊഡാലിറ്റീസ് വിച്ച് ഇൻക്ലൂഡ്സ് എക്സസൈസ്, മൊബിലൈസേഷൻ, മാനിപ്പുലേഷൻ, തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ ഏജൻസ്, ഇലക്ട്രോതെറപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് ഇവയുപയോഗിച്ച് മുകളിൽ പറഞ്ഞ ഏതൊരു ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലും അവ വരാതിരിക്കാനും സ്ക്രീനിങ് ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെന്റ് നടത്താനും ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് പ്രൊമോട്ട് ചെയ്യാനും ഒരു ഫിസിയോതെറപ്പിസ്റ്റിന് അധികാരമുണ്ട്. ഒരു ഫിസിയോതെറപ്പിസ്റ്റിന് ഇൻഡിപെൻഡന്റ് ആയിട്ടോ മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ ഭാഗമായിട്ടോ പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് മിനിമം ബാച്ചിലർ ഓഫ് ഫിസിയോതെറപ്പി ആവശ്യമാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന 6 മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഒന്നും ഇല്ല എന്ന് സാരം. ഇനി ഫിസിയോതെറപ്പിസ്റ്റിന്റെ ഈ എക്സ്ക്ലൂസീവ് റൈറ്റിലേക്ക് കടന്നു കയറുന്ന പല വിഭാഗങ്ങളുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.